എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്? എല്ലാവർക്കും നല്ലതല്ലേ? ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിംഗ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇന്നിങ്ങനെ സ്പെഷ്യലി നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ്. നിങ്ങളൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുടെ അടുത്ത് എന്താണ് പറയാനുള്ളത്, വാട്ട് മെസ്സേജ് ഡു ദേ വോണ്ട് ടു ഗിവ് യു, നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് എന്ത് മെസ്സേജ് തരാനാണ് ആഗ്രഹിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കാരണം പലരും ബ്ലോക്ക്ഡ് ആണ്, പല സാഹചര്യങ്ങൾ മൂലം പരസ്പരം കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കാതിരിക്കുന്ന സിറ്റുവേഷൻ ആണ് നമ്മൾ കണ്ടത്. അപ്പോൾ നിങ്ങൾ പലരും ഒരുപാട് വേദനിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ ഇന്ന് നമുക്ക് അവരുടെ മെസ്സേജസ് എന്താണ് നിങ്ങൾക്കുള്ളതെന്ന് നോക്കാം. ഓക്കെ, അതിൻ്റെ ഇടയിൽ ഒരു സന്തോഷ വർത്തമാനം പറഞ്ഞുകൊള്ളട്ടെ. നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയി. നിങ്ങളുടെ സഹായം ഇല്ലാതെ എനിക്ക് ഒരിക്കലും ഇത് സാധിക്കില്ലായിരുന്നു. ഇത്ര ചെറിയ ഡ്യൂറേഷനിൽ ചാനൽ മോണിറ്റൈസ് ആക്കി തന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്, ഒരുപാട് സ്നേഹമുണ്ട്. എന്നെ കാണാണ്. ഇതേപോലെ നിങ്ങളുടെ സപ്പോർട്ട് തുടർന്നും പ്രതീക്ഷിക്കുന്നു. എല്ലാവരുടെയും സ്നേഹവും അനുഗ്രഹവും എന്നും ഉണ്ടാവണം. അപ്പം നമുക്ക് തുടങ്ങാം. ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം റെസനേറ്റ് ആവുന്നു അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി വിട്ടുകളയുക. നിങ്ങൾക്ക് ഇത് ജസ്റ്റ് ഒരു ഫണ്ണിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ടും കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. കാർഡ്സ് ഷഫിൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ കൊണ്ടുവരിക. അവരുടെ പേര് 3 പ്രാവശ്യം അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രാവശ്യം ഓർക്കുക. നിങ്ങൾ ഒന്നിച്ച് സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൂമെന്റ്സ് ഓർത്തെടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഡിവൈൻ പ്ലീസ് ഗൈഡ് in a no contact situation and because of third party situation, if my viewers are not able to contact their partners, what do their partner want to tell them? എൻ്റെ വ്യൂവേഴ്സ് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ മൂലം അവരുടെ പേഴ്സണെ കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കാതിരിക്കുകയാണെങ്കിൽ അവരുടെ പേഴ്സണ് അവർക്ക് പറയാനുള്ള മെസ്സേജ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരും. കട്ട്സ് എടുക്കുകയാണേ. Ace of Swords, 6 of Swords, Strength, 4 of Swords, Page of Pentacles, 8 of Swords, 3 of Swords, the Fool, King of Cups. ഞാനിന്ന് എത്ര ഷഫിൾ ചെയ്തു എന്ന് നിങ്ങൾ കണ്ടില്ലേ? ഞാൻ ആദ്യമേ തന്നെ ഞാനിവിടെ നിങ്ങളുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഞാൻ കാർഡ്സ് ഷഫിൾ ചെയ്യായിരുന്നു. ഇനി എൻ്റെ ഷഫിളിങ് ശരിയാവാഞ്ഞിട്ടാണോ ഈ കാർഡ്സ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതെന്ന് വിചാരിച്ചാൽ വീണ്ടും ഷഫിൾ ചെയ്യായിരുന്നു. പക്ഷെ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് വന്നിരിക്കുന്ന അതേ സെറ്റ് കാർഡ്സ് ആണ് ഇന്നും വന്നിരിക്കുന്നത്. ഓക്കെ, ഡിവൈൻ നിങ്ങൾക്ക് ഈ മെസ്സേജ് തരാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നിങ്ങളുടെ പേഴ്സന്റെ സോഡിയാക്സ് എന്തൊക്കെയായിരിക്കും എന്ന് ഞാൻ പറയാം. മേജർ അർക്കാന കാർഡ്സിന്റെ സോഡിയാക്ക് ആദ്യം പറയാം. സ്ട്രെങ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ലിയോ, ചിങ്ങ രാശിയാണ് ലിയോ രാശി. ഓക്കെ, ഫൂള് വെച്ചിട്ട് ഏരീസ്, മേടരാശി. ചിങ്ങരാശിക്കാരും മേടരാശിക്കാരുമാണ് ഇന്ന് കുറച്ച് കൂടുതലായിട്ട് കണക്ട് ആയിരിക്കുന്നത്. ഓക്കെ, സ്പോർട്സ് വെച്ചിട്ട് ലിബ്ര, ജെമിനി, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. സ്പോർട്സിന്റെ എനർജിയും വളരെ കൂടുതലാണ് ഇന്ന് കേട്ടോ. ഈ രാശിക്കാര് കുറച്ച് കൂടുതൽ കാർഡും ഇന്ന് സ്പോർട്സ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, കാരണം നമ്മൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നോ കോണ്ടാക്റ്റിന്റെ ആണ് നമ്മൾ ചോദിച്ചത്. നാച്ചുറലി സ്പോർട്സിന്റെ എനർജി തന്നെ കൂടുതലായിട്ട് വരുള്ളൂ. പെന്റക്കിൾസിന്റെ എനർജി ഉണ്ട്. ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഋഷഭം, കന്നി, മകരം. കപ്സിന്റെ എനർജി ഉണ്ട്. ക്യാൻസർ, സ്കോർപിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം. ഈ 2 രാശിയിൽ പെടുന്നവർ കുറച്ച് കുറവാണ് ഇന്ന് കണക്ട് ആയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സെറ്റ് ഓഫ് കാർഡ്സ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കൂടുതൽ നമുക്ക് ക്ലാരിഫൈ ചെയ്ത് മുന്നോട്ട് പോകാം. ഓക്കെ, ആദ്യ ദൃഷ്ടിയിൽ എനിക്ക് എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ ഞാനത് പറയാം. ഏസ് ഓഫ് സ്വാർഡ്സ് വെച്ചിട്ട്
അവർക്ക് ഒരു റിയാലിറ്റി ചെക്ക് ലഭിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവർക്ക് ഒരു സത്യം മനസ്സിലായി. എന്ത് സത്യമായിരിക്കാം, ഒന്നുകിൽ അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവും നിങ്ങളാണ് അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്, നിങ്ങളുടെ സ്നേഹമാണ് അവർക്ക് കൂടുതൽ വെയിറ്റേജ് കൊടുക്കേണ്ടത് എന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും. 2 സിനാറിയോ അവിടെ വരാം. തിരിച്ചുമായിരിക്കാം, അവർക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ്, തേർഡ് പാർട്ടിക്ക് വെയിറ്റേജ് കൊടുക്കുന്നതാണ് നല്ലത് എന്ന് മനസ്സിലാക്കിയതും ആവാം. അത് നമുക്ക് ക്ലാരിഫൈ ചെയ്യുമ്പോൾ കൂടുതലായിട്ട് അറിയാൻ സാധിക്കും. ഫസ്റ്റ് സിനാറിയോ അതാണ്. രണ്ടാമത്തത് അവരൊരു യാത്രയിലാണ്, അതുകൊണ്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്തതായിരിക്കും. ഒരു പക്ഷേ അവരുടെ ഫാമിലിയുടെ കൂടെ ആയിരിക്കാം. ഓക്കെ, നിങ്ങളായിട്ട് ലോങ് ഡിസ്റ്റൻസിലാണ് ഇപ്പോൾ, അതുകൊണ്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റാതിരിക്കുന്നതാണ്. വന്നതിന് ശേഷം കോണ്ടാക്ട് ചെയ്യാം എന്നുള്ളൊരു മെസ്സേജ് അതിലുണ്ടെന്ന് തോന്നുന്നു. ക്ലാരിഫൈ ചെയ്ത് കൂടുതൽ പറഞ്ഞു തരാം. ഇപ്പോ ക്ഷമയോടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സ്ട്രെങ്ത്തിന്റെ കാർഡ് വെച്ചിട്ട് ഇപ്പോ സിറ്റുവേഷൻ കൺട്രോളിൽ കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടെ ക്ഷമയോടെ നിങ്ങളും കാത്തിരുന്നേ പറ്റൂ എന്ന് നിങ്ങളോട് അവർ പറയാൻ ഉദ്ദേശിക്കുന്നു. 4 ഓഫ് സ്വാർഡ്സ് വെച്ചിട്ട് അവരും വളരെയധികം സ്ട്രെസ്ഡ് ആണ്. അവർ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന നിങ്ങൾ മാത്രമല്ല, ഞാനും, അതായത് അവരും ആ സിറ്റുവേഷനിൽ വളരെ സ്ട്രെസ്ഡ് തന്നെയാണ്. എനിക്കും ഉറക്കമില്ല എന്ന് തന്നെയാണ് ഇവര് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നിങ്ങളോ അവരോ ആയിരിക്കാം. നിങ്ങളാണ് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ഇവരെ ഇട്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾ പറയുന്നതായിട്ടും ഇത് എടുത്തോളണം. ഓക്കെ, അതേപോലെ പേജ് ഓഫ് പെന്റിക്കിൾസ്, നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ്, അതായത് വാട്സാപ്പ് ആവാം, ഫേസ്ബുക്ക് ആവാം, ഇൻസ്റ്റഗ്രാം ആവാം, ഏത് രീതിയിലായാലും ഇവര് നിങ്ങളുടെ ഓൺലൈൻ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. സ്റ്റോക്കിംഗ് എന്ന് പറയുമ്പോൾ ബാഡ് മീനിങ്ങിലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ വേറെ വേർഡ്സ്, നിങ്ങളുടെ അപ്ഡേറ്റ്സ്, നിങ്ങളുടെ DP എല്ലാം ഇവർ ചെക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങൾ സുഖമായി സമാധാനമായിട്ട് ഇരിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ചെക്കിംഗ് ആണത്. അല്ലാതെ അവർ നിങ്ങളെ ബാഡ് രീതിയിൽ സ്റ്റോക്ക് ചെയ്യുന്നു എന്നല്ല ഞാൻ പറയുന്നത്. കാരണം അവർക്ക് നിങ്ങളെ നേരിട്ട് കോണ്ടാക്ട് ചെയ്യാൻ തടസ്സങ്ങളുണ്ട്. പക്ഷെ അവര് വേറെ പല രീതിയിൽ കൂടെ, ഒരു പക്ഷെ ഒരു ഫേക്ക് അക്കൗണ്ട് വഴിയൊക്കെ ആയിരിക്കും, നിങ്ങളെ അവർ കാണുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. ഓക്കെ, അതേപോലെ 8 ഓഫ് സ്വാർഡ്സ് വെച്ചിട്ട് ഇപ്പൊ ഒരു സെൽഫ് റെസ്ട്രിക്റ്റഡ് എനർജിയിലാണ് അവര്. എന്തോ ഒരു സാഹചര്യം മൂലം നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതിൽ നിന്നും സ്വയം റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുകയാണ്. എന്താണ് സിറ്റുവേഷൻ എന്നുള്ളത് നമുക്കറിയാം. അവിടെ തേർഡ് പാർട്ടി ഉണ്ട് എന്നുള്ളത് അല്ലെ. പക്ഷെ എന്തുകൊണ്ട് ഇവർക്ക് തേർഡ് പാർട്ടി ഓൾറെഡി നിങ്ങളുമായിട്ട് കോണ്ടാക്ട് വന്നപ്പോൾ തേർഡ് പാർട്ടി ഉണ്ടായിരുന്നല്ലോ, പക്ഷെ അപ്പൊ ഇല്ലാതിരുന്ന ഒരു സിറ്റുവേഷൻ ഇപ്പൊ എന്താണ് എന്നുള്ളത് നമുക്ക് ക്ലാരിഫൈ ചെയ്തറിയാം. ഇവർക്കൊരു ഹാർട്ട് ബ്രേക്ക് കിട്ടിയിട്ടുണ്ട്. ഒന്നുകിൽ നിങ്ങളെ ഇവരെ വിട്ടിട്ട് പോയതായിരിക്കും, പക്ഷെ പോയ സ്ഥലത്ത് ആ തേർഡ് പാർട്ടിയുടെ അടുത്തുനിന്ന് ഇവർക്കൊരു മേജർ ഹാർട്ട് ബ്രേക്ക് ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. അവര് വളരെ പെയിനിലാണ് എന്ന് നിങ്ങളെ അറിയിക്കണം എന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. അതേപോലെ കുറെ പേരെങ്കിലും അവര് പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ഇനി എല്ലാം ദൈവത്തിന് വിട്ടു, ഇനി കൂടുതലൊന്നും ആലോചിക്കുന്നില്ല, ഈ നമ്മളുടെ കാര്യത്തിൽ മുന്നോട്ട് തന്നെ പോകാം എന്ന് പറയാം എന്നും ഇവര് ആലോചിക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് പറയാൻ ഉദ്ദേശിക്കുകയാണ്. അതും ക്ലാരിഫൈ ചെയ്താൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂ. കിങ് ഓഫ് കപ്സ് വെച്ചിട്ട് അവർക്ക് നിങ്ങളുടെ അടുത്ത് പറയണം, അവർക്ക് നിങ്ങളോട് ഒരുപാട് സ്നേഹമാണ് എന്ന്. പക്ഷേ അവിടെ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്. അതെന്താ, തേർഡ് പാർട്ടിയുടെ സിറ്റുവേഷൻ മൂലം ആക്ഷൻ എടുക്കാതെ തന്നെയാണ് ഇരിക്കുന്നത്. ആക്ഷൻ വരുമോ ഇല്ലേ എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ഓക്കെ, പ്ലീസ് ക്ലാരിഫൈ ഏസ് ഓഫ് സോർട്സ്. പ്ലീസ് ക്ലാരിഫൈ ഏസ് ഓഫ് സോർട്സ്. ക്ലാരിഫൈ ഏസ് ഓഫ് സോർട്സ് പ്ലീസ്. നൊസ്റ്റാൾജിയയിലാണ്, അതായത് നിങ്ങൾ തമ്മിൽ സ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരുപാട് മൂമെന്റ്സ്. ഇതിലെ ക്ലാരിറ്റി ചെക്ക്, നിങ്ങളുടെ സ്നേഹമാണ് അവർ മിസ് ചെയ്യുന്നത് കേട്ടോ. ജഗ്ലിങ്ങിലാണ്. 2 ഓഫ് പെന്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. ജഗ്ലിംഗ് തന്നെയാണ്. ഞാനൊരു തീരുമാനം എനിക്ക് എടുക്കാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അവർ നിങ്ങളുടെ അടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നു എന്നും പറയാൻ ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ തമ്മിൽ സ്പെൻഡ് ചെയ്തിട്ടുള്ള പഴയ മൂമെന്റ്സ്, അത് നിങ്ങൾ ഒരുപാട് കാലമായിട്ട് ഒരു പരസ്പരം അറിയുന്നവരായിരിക്കണം. ഒരു പുതുതായി പരിചയപ്പെട്ട് അങ്ങനെയൊന്നും അല്ല, നിങ്ങൾക്ക് ഒരുപാട് കാലമായിട്ട് പരസ്പരം അറിയാം. വളരെ ക്ലോസ് ആയിരുന്നിരിക്കണം നിങ്ങൾ തമ്മിൽ. ഓക്കെ, വളരെ എന്താ പറയാ, ഓവർ ക്ലോസ്നെസ് എന്ന് തന്നെ പറയാം. ഇവരുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കറിയാം, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഇവർക്കറിയാം. ആരോടും പറയാത്ത കാര്യങ്ങൾ പോലും ഇവർ ചിലപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരിക്കും. അത്രയ്ക്കും ക്ലോസ് ആയിരുന്നിരിക്കും.
പക്ഷെ ഈ ഒരു തേർഡ് പാർട്ടി ഇടയിൽ വന്നത് മൂലം ഈ തേർഡ് പാർട്ടി എന്ന് ഞാൻ പറയുന്ന അവിടെ എപ്പോഴും ഇത് സ്പൗസ് ആയിരിക്കണം എന്ന് നിർബന്ധമില്ല. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. ഓരോരുത്തരുടെ ലൈഫിൽ ഓരോ സിനാരിയോ ആയിരിക്കും. പാരന്റ്സ് തേർഡ് പാർട്ടീസ് ആയിട്ട് വരുന്നവരുണ്ട്, സ്പൗസ് തേർഡ് പാർട്ടീസ് ആയിട്ട് വരുന്നവരുണ്ട്, കരിയർ തേർഡ് പാർട്ടി ആയിട്ട് വരുന്ന സിറ്റുവേഷൻ പോലും ഉണ്ട്, ഫ്രണ്ട്സ് തേർഡ് പാർട്ടി ആയിട്ട് വരുന്ന സിറ്റുവേഷൻ ഉണ്ട്. എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾ തമ്മിൽ കോണ്ടാക്ട് ചെയ്യുന്ന ഇഷ്ടമില്ലാത്ത വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് നിങ്ങളെ പറഞ്ഞ് തെറ്റിക്കാൻ അങ്ങനെ സാധ്യതയുണ്ട്. അതും ഒരു തേർഡ് പാർട്ടി ആയിട്ട് തന്നെയാണ് വരുന്നത് കേട്ടോ. ഇവിടെ എന്താണ് സിനാറിയോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഹൂ ഇസ് ദ തേർഡ് പാർട്ടി ഹിയർ? പ്ലീസ് ക്ലാരിഫൈ. Divine, please clarify who is the third party here. Please clarify who is the third party here. ഇവിടെ ഫാമിലി ആണ് തേർഡ് പാർട്ടി ആയിട്ട് കാണുന്നത് കേട്ടോ. കാരണം എംപററും ദ സണ്ണും ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, എന്ന് പറയുമ്പോൾ ഫാമിലി ആണ്, ഫാമിലി, കുട്ടികൾ. ഓക്കെ, ഇവിടെ സ്പൗസ് തന്നെയാണ്. ഈ കാർഡ് ഞാൻ വെക്കുന്നില്ല, ഞാൻ ജസ്റ്റ് എനിക്ക് അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചതാണ്. അവരുടെ ഫാമിലി, അതായത് ഇവരുടെ സ്പൗസ് വന്നിട്ട് ഭയങ്കര കൺട്രോളിങ് ആയിട്ടുള്ള ഒരാളാണ്. ഇവർക്ക് കുട്ടികൾ ഉണ്ടായിരിക്കും. അപ്പോൾ ആ കുട്ടികളുടെ റെസ്പോൺസിബിലിറ്റി മൂലം ഇവർക്ക് അവിടെ നിന്ന് പോരാൻ പറ്റാത്ത സ്ഥിതിയാണ്. ഓക്കെ, അതാണ് അവിടെ ജഗ്ലിംഗ് ആയിട്ട്, ഒബ്സ്റ്റക്കിൾ ആയിട്ട് അവിടെ വരുന്നത് അതാണ്. സ്പൗസ് കൺട്രോളിങ് ആണ്, അവർക്ക് അവിടെ ഹാപ്പി അല്ല. പക്ഷെ കുട്ടികൾ ഇൻവോൾവ് ആണ്, അതുകൊണ്ട് അവർക്ക് അത്ര വേഗം അതിന്ന് ഇറങ്ങി വരാൻ സാധിക്കുന്നില്ല. ഞാൻ ക്ലാരിഫിക്കേഷന് 2 ഡെക്കും മാറി മാറി ഉപയോഗിക്കാം കേട്ടോ. സെക്കൻഡ് സെറ്റ് ഓഫ് കാർഡ്സ് ഞാൻ ഈ ഡെക്ക് വെച്ചിട്ടാണ് ക്ലാരിഫൈ ചെയ്യാൻ പോകുന്നത്. ഡിവൈൻ, പ്ലീസ് ക്ലാരിഫൈ. 6 of Swords. Why 6 of Swords here? Please clarify 6 of Swords. What does my viewers person want to tell them? ഓക്കെ, ഇവര് ഫാമിലിയുടെ ഒപ്പം തന്നെയാണ് ഇപ്പൊ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഫാമിലിയുമായിട്ട് ഇവര് വേറൊരു സ്ഥലത്ത് സെറ്റിൽഡ് ആയിരിക്കും. നിങ്ങൾ ലോങ് ഡിസ്റ്റൻസിലാണ് ഫോർ ഷുവർ. ഓക്കെ, ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കുന്ന അവിടെ ഇവര് അവരുടെ സ്പൗസിന്റെ ഒപ്പമാണ് ഇരിക്കുന്നത്. ഈ സ്ഥലത്ത് ഇവരുടെ സ്പൗസ് കുറച്ച് കൺട്രോളിങ് ആണ്. അവിടെയും സ്പൗസ് ഇവരുടെ കാര്യങ്ങളിലെല്ലാം, കാരണം ക്യൂൻ ഓഫ് വാൻസ് പറയുമ്പോൾ ഇത്തിരി പവർ കയ്യിൽ എടുക്കുന്ന, ഇത്തിരി കറേജിയസ് ആയിട്ടുള്ള, ഇത്തിരി സ്ട്രോങ് വിൽഡ് ആയിട്ടുള്ള ഒരാളാണ്. ഓക്കെ, അപ്പൊ ഇവരുടെ സ്പൗസ് ഇവരെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇവര് എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ ഇവര് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോ അവിടെ അതൊരു റെസ്ട്രിക്ഷൻ ആയിട്ട് വരുന്നുണ്ട്. സെൽഫ് റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുകയല്ല, ഇവരുടെ സ്പൗസ് ഇവരെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നതാണ്. എനിക്ക് തോന്നുന്നു മൊബൈലൊക്കെ എപ്പോഴും ചെക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. ഇവരെ എവിടെ പോകുന്നു, അല്ലെങ്കിൽ 5 മിനിറ്റ് വീട്ടിൽ വരാൻ വൈകിയാൽ എന്ത് കൊണ്ട് വൈകി എന്നെല്ലാം നോക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. എൻ്റെ സ്പൗസ് മൂലമാണ് എനിക്ക് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കാത്തത് എന്നാണ് ഇവര് നിങ്ങളുടെ അടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അവിടെ സ്പൗസ് കൺട്രോളിങ് തന്നെയാണ്. പക്ഷെ ഞാൻ കൺഫ്യൂഷനിലാണ്. ഞാൻ നമ്മളുടെ പഴയ കാര്യങ്ങളെല്ലാം ഓർക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നാണ് ആദ്യത്തെ മെസ്സേജ്. രണ്ടാമത്തേല് ഇവര് ചിലപ്പോ ഇവര് നിങ്ങളെ കോണ്ടാക്ട് ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കും, ഓൺ ആൻഡ് ഓഫ് കോണ്ടാക്ട് ചെയ്യുന്നുണ്ടായിരിക്കും, വന്നു പോകുന്നതായിരിക്കും. ഒരു കമ്മിറ്റ്മെന്റ് നിങ്ങൾക്ക് തരാൻ ഇവർക്ക് സാധിക്കുന്നില്ല. ഇവര് പറയുന്നത് എനിക്ക് പതിവായി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്തത് എൻ്റെ സ്പൗസ് കൺട്രോളിങ് ആണ്, അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്തത് എന്നാണ് ഇവര് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ക്ലാരിഫൈ ദിസ് സെറ്റ് ഓഫ് കാർഡ്സ് once more. Why are they not contacting my viewers? Why are they not contacting or messaging my viewers? Please clarify. മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നില്ലെങ്കിലും ഇവര് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് അവര് നിങ്ങളെ തീവ്രമായി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളുടെ ബന്ധത്തിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇവർക്ക് ഇപ്പൊ അതേ ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. അവര് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതിന് ആക്ഷൻസ് എടുക്കുന്നതിനെ പറ്റിയിട്ട് അവരാലോചിക്കുന്നുണ്ട് കേട്ടോ. പാടെ ഞാൻ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് വിട്ടിട്ടൊന്നുമില്ല. ദേ ആർ തിങ്കിങ്. അവര് എങ്ങനെ ഇത് മുന്നോട്ട് പോകണം എന്നുള്ള കാര്യം അവർ ആലോചിക്കുന്നുണ്ട്. ഓക്കെ,
എന്ന് പറയണം നിങ്ങളുടെ അടുത്ത് എന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ക്ലാരിഫൈ ദ സ്ട്രെങ്ത്, clarify the strength. What do they want to tell my viewers? Clarify the strength. Okay, 4 of swords and ace of cups. Oh, okay. നിങ്ങളോട് ഒരുപാട് സ്നേഹമാണ്. ഓക്കെ, നിങ്ങളുടെ അടുത്ത് ഒരുപാട് സ്നേഹമാണ്. പക്ഷെ നിങ്ങളെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ചിട്ട് അവിടെ തീർച്ചയായിട്ടും ഒരു തേർഡ് പാർട്ടി ഉണ്ട്. ആ തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെ ക്ഷമയോടെ കൈകാര്യം ചെയ്ത് ഒന്ന് കൺട്രോളിലാക്കിയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാം. അവർ ഈ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നോർത്ത് വളരെ സ്ട്രെസ്ഡ് ആണ് എന്നാണ് നിങ്ങളുടെ അടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ക്ഷമയോടെ കാത്തിരിക്കാനാണ് അവർ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. മജീഷ്യൻ വെച്ചിട്ട് ടോറസ്, ഋഷഭ രാശിയാണ്. ക്ഷമയോടെ വെയിറ്റ് ചെയ്യൂ എന്നാണ് അവർ നിങ്ങളുടെ അടുത്ത് വീണ്ടും പറയുന്നത്. നിങ്ങളെ പറ്റി തന്നെയുള്ള ഓർമ്മകളാണ്. തീർച്ചയായിട്ടും ആ സിറ്റുവേഷൻ കൺട്രോളിൽ കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കും എന്നാണ് അവരുടെ നിങ്ങൾക്കുള്ള മെസ്സേജ്. പ്ലീസ് ക്ലാരിഫൈ ഹൂസ് എ തേർഡ് പാർട്ടി ഹിയർ. Please give me a clear reply on who's the third party in this situation. Who's the third party in this situation? Please clarify. അവരുടെ ആങ്സൈറ്റി, വറി, ഡിപ്രഷൻ ഒക്കെയാണ് ഇതിന് തടസ്സമായിട്ട് നിൽക്കുന്നതെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അവർ ആങ്ഷ്യസ് എന്നുള്ള എനിക്ക് ക്ലിയർ ആയിട്ടൊരു മെസ്സേജ് കിട്ടിയില്ല. പ്ലീസ് ഗിവ്. ഈസ് ദാറ്റ് എ മദർ? ഈസ് ദാറ്റ് എ വൈഫ്? Is that a family? Is that their responsibilities that is stopping them from coming? Please give me a clear reply, divine, please. ഒരു ടവ് മൂവ്മെന്റ് തന്നെയാണ് കേട്ടോ കാണിക്കുന്നത്. വീണ്ടും അതാണ് പറയുന്നത്. അവര് നിങ്ങളെ ബ്ലോക്ക് ചെയ്തിരിക്കുകയായിരിക്കും. ഇവര് നിങ്ങളെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. പക്ഷെ മനസ്സിൽ ഒരുപാട് സ്നേഹം ഉണ്ട് താനും. എന്നാൽ ഏസ് ഓഫ് കപ്സ് ആണ് വന്നത്. ഒരു നിങ്ങളുടെ അടുത്തുനിന്ന് ഒരു ഗ്യാപ്പ് എടുത്തിരിക്കുകയാണ് ഇപ്പോ. ഒന്ന് ഗ്യാപ്പ് എടുത്തിട്ട് ഞാൻ വരാം, സിറ്റുവേഷൻ സോൾവ് ചെയ്തിട്ട് വരാം. വാട്ട് എവർ ബി ദ സിറ്റുവേഷൻ. അവിടെ നിങ്ങൾക്ക് അറിയായിരിക്കും. പ്രത്യേകിച്ച് ഒരു കാരണം പറയാതെ ബ്ലോക്ക് ആക്കിയിട്ടുള്ളവരുണ്ടോ? അവരെ കാരണം പറയാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളെ ബ്ലോക്ക് ചെയ്ത ആള് നിങ്ങളെ വിട്ടുപോയ കാരണം എന്താണ് എന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അവരിപ്പോ പറയുന്നത് ഇവർക്ക് സ്ട്രെസ്സാണ്, ഇവര് ഉറങ്ങുന്നില്ല, ഡിപ്രഷൻ സ്റ്റേറ്റിൽ പോലും ആയിട്ടുണ്ട്. പക്ഷെ ഈ സിറ്റുവേഷൻ ക്ഷമയോടെ കൈകാര്യം ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ഇവർക്ക് സാധിക്കുള്ളൂ എന്നാണ് ഇവർ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം പറയാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അവർ ബ്ലോക്ക് ചെയ്യാണ്, എന്നെ കണക്ട് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ടവ് മൂവ്മെന്റ് ആണ് അവിടെ വന്നിരിക്കുന്നത്. എന്തോ ഒരു സിറ്റുവേഷൻ അവരുടെ ലൈഫിലുണ്ട്, നിങ്ങളെ റീച്ച് ചെയ്യാൻ പറ്റാത്തത്. നിങ്ങളെ ഇവർ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ. ക്ലാരിഫൈ. 4 of swords. Clarify. 4 of swords. ഒരു ക്ലാരിറ്റി നമുക്ക് തന്നിട്ടാണ് ഇവർ പോകുന്നതെങ്കിൽ പിന്നെയും നമുക്ക് അറിയാം ഇന്നതാണ് സിറ്റുവേഷൻ. ഇങ്ങനെ യാതൊരു ക്ലോഷറും ഇല്ലാതെ പോകുമ്പോഴാണ് സിറ്റുവേഷൻ വളരെ ബുദ്ധിമുട്ടാവുന്നത്. ക്ലാരിഫൈ. 4 of swords. ഇവരും സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ തന്നെയാണ്. കാരണം 7 of swordsഉം ഏസ് ഓഫ് പെന്റക്കിൾസും ആണ് വന്നിരിക്കുന്നത്. നിങ്ങളുമായിട്ട് ഒരു പുതിയ തുടക്കം വേണമെന്നൊക്കെ അവർ വളരെ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളിൽ നിന്നും പല കാര്യങ്ങളും ഒളിക്കുന്നുണ്ട് കേട്ടോ. മുഴുവൻ കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് തുറന്നു പറഞ്ഞിട്ടില്ല. ഇവരാരെയോ പേടിക്കുന്നുണ്ട്. ഇവര് പലരെയും ഒളിച്ചിട്ടാണ് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ വളരെ ഒളിച്ചും ഇതായിട്ടൊക്കെയാണ് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നത്. നിങ്ങളുടെ അടുത്ത് മുഴുവൻ കാര്യങ്ങൾ അവർ പറയുന്നില്ല. രണ്ട് സൈഡിലും ഇവർ കാര്യങ്ങൾ ഒളിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് വേണമെന്നൊക്കെ ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പുതിയ കരിയർ തുടങ്ങുന്ന കാര്യം ഇവർ ആലോചിക്കുന്നുണ്ടായിരിക്കണം. അതുമൊക്കെ നിങ്ങളുടെ അടുത്ത് പറയാം. അതായത് ഇവരെ തന്നെ നിങ്ങളുടെ അടുത്ത് പറയാനൊരു എനിക്ക് മുഴുവൻ കാര്യം നിങ്ങളോട് പറയാൻ സാധിക്കില്ല, ഞാൻ ഒരു പുതിയ തുടക്കത്തിന് ശ്രമിക്കുന്നുണ്ട് എന്ന് നിങ്ങളുടെ അടുത്ത് ഇവർ പറയാൻ ഉദ്ദേശിക്കുന്നു.
What are they holding back from my viewers? What information are they holding back from my viewers for this set of cards? Please give clarity. ഓക്കെ, ഇവിടെ വന്നത് ക്വീൻ ഓഫ് കപ്സും 2 ഓഫ് സ്വാർട്സും ആണ് കേട്ടോ. അതായത് ഇവരുടെ സ്പൗസ് ഇവരെ വല്ലാതെ ഇമോഷണലി ജഗിള് ചെയ്യിക്കുന്ന ഒരു സിറ്റുവേഷൻ. അതായത് ഇമോഷണൽ ബ്ലാക്ക് മെയിൽ ഒക്കെ ചെയ്യുണ്ടാവും, ഒരുപാട് കരഞ്ഞ് അങ്ങനെ സ്നേഹം കാണിച്ച് ഇത് ചെയ്യില്ലേ, മാനിപ്പുലേറ്റ് ചെയ്യില്ലേ. അങ്ങനെ മാനിപ്പുലേഷൻ ആണോ എന്ന് നമുക്ക് അറിയില്ല. അവര് ജെനുവൻലി ഇവരെ സ്നേഹിക്കുന്നുണ്ടായിരിക്കും, നമുക്ക് അതിന് ആ ഭാഗം നമുക്ക് അറിയില്ല. പക്ഷെ ഞാൻ പറയാണ്, അവരുടെ ഇമോഷണൽ ഇതില് പെട്ടിട്ട് ഇവർക്ക് മുന്നോട്ടും പുറകിലേക്കും പോകാൻ പറ്റാത്തൊരു സ്ഥിതിയായിട്ട് അവർ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് അത് ഒളിക്കുന്നത്, മനസ്സിലായോ? അതായത് ഇവർക്ക് മുഴുവനായിട്ട് അവിടെ നിന്ന് വിട്ടിട്ടോ ഇല്ല, നിങ്ങളെയും വിടാൻ വയ്യ, അവരെയും വിടാൻ വയ്യ. ഒരു കോംപ്രമൈസ് സിറ്റുവേഷനിൽ പോവാൻ മാത്രമേ ഇവർക്ക് സാധിക്കുള്ളൂ. അതാണ് ഇവർക്ക് നിങ്ങളോട് പറയേണ്ടത്, പറയാനുള്ള ധൈര്യമില്ല. മനസ്സിലായില്ല? അതായത് അവരെയും വിടില്ല, നിങ്ങളുടെ തേർഡ് പാർട്ടിയെയും ഉപേക്ഷിക്കില്ല, നിങ്ങളെയും ഉപേക്ഷിക്കില്ല. ഈ മിഡിലില് ഞാൻ പോയിക്കോളാം, നമുക്കിങ്ങനെ പോവാം എന്ന് നിങ്ങളുടെ അടുത്ത് പറയണം. അതെങ്ങനെ പറയും? അത് പറയാൻ പറ്റാത്ത കൊണ്ടുള്ള ജഗ്ലിംഗ് ആണ്. ഒരു ക്രോസ് റോഡ് സിറ്റുവേഷനിലാണ് ഇവര് കേട്ടോ. കാരണം അവിടെ ഇമോഷണലി ഒരു എൻടാങ്കിൾമെന്റ് ഉണ്ട്, ഇമോഷണലി പൂർണ്ണമായിട്ടും അവിടെ നിന്ന് വിട്ടിട്ടില്ല. ഇത് പറയേണ്ടി വരുന്നതിൽ എനിക്ക് വിഷമമുണ്ട്, പക്ഷെ സത്യം കാർഡ്സ് കാണിച്ചു തരുന്നത് പറയാതിരിക്കാൻ നമുക്ക് നിവൃത്തിയില്ല. ഓക്കെ, പ്ലീസ് ക്ലാരിഫൈ പേജ് ഓഫ് പെന്റിക്കിൾസ്. പ്ലീസ് ക്ലാരിഫൈ പേജ് ഓഫ് പെന്റിക്കിൾസ്. ക്ലാരിഫൈ പേജ് ഓഫ് പെന്റിക്കിൾസ് പ്ലീസ്. ടവർ മൂവ്മെന്റ്, പേജ് ഓഫ് വാൻഡ്സ്. ഓക്കെ, അതായത് നിങ്ങളെ ഇപ്പോ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണെങ്കിൽ, നിങ്ങൾ ഇവര് പ്രത്യക്ഷത്തിൽ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ബ്ലോക്ക് മാറ്റിയിട്ട് ഇവര് നിങ്ങളുടെ വേറെ ബോട്ട്സും കാര്യങ്ങളും ഒക്കെ നോക്കുന്നുണ്ട്. നിങ്ങൾ അറിയുന്നുണ്ടോ എന്നറിയില്ല. ഇടയ്ക്കിടയ്ക്ക് ഇവര് ബ്ലോക്ക് മാറ്റിയിട്ട് എന്താണ് സിറ്റുവേഷൻ എന്നൊക്കെ നോക്കും, വീണ്ടും ബ്ലോക്ക്. അതായത് നിങ്ങളുടെ കാര്യത്തിൽ താല്പര്യമുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് മെസ്സേജ് അയക്കണം എന്നൊക്കെ ഇവർ ആലോചിക്കുന്നുണ്ട്. 2 പേജിന്റെ കാർഡ്സ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ഇവര് നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഇത് സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതേപോലെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കണം എന്നൊക്കെ തീവ്രമായ ആഗ്രഹമുണ്ട്. ഇവിടെ എന്താണ് തടസ്സം എന്ന് നമുക്ക് നോക്കാം. If they really want to contact them, why they are not contacting? Why are they not contacting my viewers when they really want to contact them? ഓക്കെ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ്. 3 ഓഫ് വാൻഡ്സ് ആൻഡ് ദി വേൾഡ് ആണ് കേട്ടോ. ഒന്നുകിൽ നിങ്ങൾ ലോങ് ഡിസ്റ്റൻസിലും ആണ്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെ സ്ട്രോങ് ആണ് അവരെ. ഓക്കെ, ജഗ്ലിങ്ങിലാണ്. ഇവരെ അറിയാതെ വേണം നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ. അതിന്റെ ബുദ്ധിമുട്ടാണ് അവർക്ക്. ആഗ്രഹം മനസ്സിൽ ഉണ്ട്, കോണ്ടാക്ട് ചെയ്യണം, മെസ്സേജ് അയക്കണം എന്നൊക്കെ, നിങ്ങളെ വന്ന് കാണണം എന്നൊക്കെ വളരെ ആഗ്രഹമുണ്ട്. പക്ഷെ ഒരു ജോഗ്രഫിക്കൽ ഡിസ്റ്റൻസ് നിങ്ങൾ തമ്മിൽ ഉണ്ട്, രണ്ടുപേരും 2 സ്ഥലത്തായിരിക്കണം. അതേപോലെ സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. പക്ഷെ ഇവര് പ്ലാൻ ചെയ്യുന്നുണ്ട് ലോങ് റണ്ണിൽ നിങ്ങൾ എങ്ങനെയെങ്കിലും കോണ്ടാക്ട് ആണ്. ഇപ്പോ നിങ്ങൾ ബ്ലോക്ക്ഡ് ആയിരിക്കും, കാരണം ഇവിടെ ടവർ കാർഡ് വന്നിട്ടുണ്ട്. ഓക്കെ, പക്ഷെ ഇവരുടെ പരിപാടി ഇത് തന്നെയാണ്, ബ്ലോക്ക് ചെയ്യുക, ഇടയ്ക്ക് ബ്ലോക്ക് മാറ്റുക, നിങ്ങളുടെ വേറെ ബോക്സ് നോക്കുക, വീണ്ടും ബ്ലോക്ക് ചെയ്യുക. ഇതാണ് സിറ്റുവേഷൻ. ഓക്കെ, ഇവിടെ ഈ തേർഡ് പാർട്ടി ഇവരെ മോണിറ്റർ ചെയ്യുന്നുണ്ടായിരിക്കും. മോണിറ്റർ ചെയ്യുന്നതുകൊണ്ട് അവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബ്ലോക്കിൽ നിങ്ങളെ ഇട്ടിരിക്കുന്നത്. തേർഡ് പാർട്ടിക്ക് വിവരം അറിയാം. ഓക്കെ, അവരെ കാണിക്കാനാണ് ഇവര് നിങ്ങളെ ബ്ലോക്കിൽ ഇട്ടിരിക്കുന്നത്. പ്ലീസ് ക്ലാരിഫൈ. സോറി, പ്ലീസ്. പ്ലീസ് ക്ലാരിഫൈ. Please clarify 8 of swords. Clarify 8 of swords, please divine. Please give guidance. Please clarify 8 of swords. Please clarify 8 of swords. Crossroad situation തന്നെയാണ്. ഓക്കെ, ആൻഡ് ഏസ് ഓഫ് വാൻഡ്സ്. നിങ്ങളുടെ അടുത്ത്
ഒരു പുതിയ തുടക്കവുമായിട്ട് വരണം എന്നവർക്ക് വളരെ തീവ്രമായിട്ട് ആഗ്രഹമുണ്ട്. നിങ്ങളോട് സ്നേഹമില്ലായ്മ അല്ല, പക്ഷെ തീവ്രമായ ക്രോസ് റോഡ് സിറ്റുവേഷനിലാണ്. ഇവരുടെ തേർഡ് പാർട്ടിയുടെ ഇടപെടൽ മൂലം അവർ വളരെ സ്ട്രോങ് ആയിട്ട് ഇവരെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതിൽ നിന്നും ഒക്കെ വളരെ തീവ്രമായിട്ട് റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട്. ഇവർക്ക് ധൈര്യമില്ല നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ. ക്ലാരിഫൈ വൈ ദേ ആർ നോട്ട് കോണ്ടാക്ടിങ് ദം. Why are they not contacting them? Please give a reason why they are not contacting my viewers. Why are they putting them through this pain? Why they are not contacting them? കണ്ടോ, സ്ലോയിങ് ഡൗൺ ആണ്. കാരണം എന്താ? ഫാമിലി. 10 ഓഫ് കപ്സും നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസും ആണ് വന്നിരിക്കുന്നത്. അതായത് ഫാമിലിയുടെ ഇടപെടൽ മൂലം ഇവര് സ്ലോയിങ് ഡൗൺ എനർജിയിലായി. ഇവരെ വിചാരിച്ച പേസിൽ നിങ്ങളുടെ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് ഇപ്പൊ സാധിക്കുന്നില്ല. അതുകൊണ്ട് അവര് സ്വയം റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുകയാണ്. ക്രോസ് റോഡ് സിറ്റുവേഷൻ ആണ് അവർക്ക്. അവിടെയും ഉപേക്ഷിക്കാൻ വയ്യ, ഇവിടെയും ഉപേക്ഷിക്കാൻ വയ്യ. ഇവിടെയും ഫാമിലിയും കുട്ടികളും ഇൻവോൾവ് ആണ്. ഫാമിലിയിൽ കുട്ടികൾ ഇൻവോൾവ് ആണ് മെയിനായിട്ട്. അവിടെ കുട്ടികളോടുള്ള റെസ്പോൺസിബിലിറ്റി ആണ് ഇവരെ സ്ലോ ഡൗൺ ആക്കുന്നത്. ഓക്കെ, നിങ്ങളോടുള്ള സ്നേഹക്കുറവല്ല, കുട്ടികളോടുള്ള റെസ്പോൺസിബിലിറ്റി. Clarify 3 of swords. Clarify 3 of swords, please. Why are they not contacting my viewers? Page of swords and 7 of pentacles. അതായത് ഡേ ഡ്രീമിങ് എനർജിയിലാണ് ഇവർക്ക്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവര് നിങ്ങളെ ഉപേക്ഷിച്ച് തേർഡ് പാർട്ടിയെ പ്രിഫർ ചെയ്ത് പോയവരായിരിക്കും. ആ സമയത്ത് അവർ തീരുമാനിച്ചു തേർഡ് പാർട്ടിയുടെ കൂടെ നിൽക്കുന്നതാണ് നല്ലത് എന്നുള്ളത്. അവര് നിങ്ങളെ വിട്ടിട്ട് പോയ ശേഷം അവിടെ അവർക്കൊരു ഹാർട്ട് ബ്രേക്ക് കിട്ടി. ഓക്കെ, ഇത് തിരിച്ചുമാവാം. അതേപോലെ നിങ്ങൾ ഉള്ളപ്പോ തന്നെ വേറൊരു കല്യാണം കഴിച്ചു പോയതായിരിക്കും. അങ്ങനെയും ആവാം. നിങ്ങൾക്കൊരു ഹാർട്ട് ബ്രേക്ക് തന്നിട്ട് ഇവര് കല്യാണം കഴിച്ച് പോയതായിരിക്കും. പക്ഷെ അവിടെ ആ മാരേജ് സക്സസ് ആയില്ല. അങ്ങനെയും ആവാം. അവർ വിചാരിച്ച ലെവലിലുള്ള ഒരു ഫാമിലി ലൈഫ് അവർക്ക് കിട്ടിയില്ല. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഹാർട്ട് ബ്രേക്ക് തന്നിട്ട് ഇവർ പോയതാണെങ്കിൽ നിങ്ങളൊരു ഹാർട്ട് ബ്രേക്ക് ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. വൈസ് വെർസ എടുത്തോളണം. ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കേട്ടോ. അപ്പൊ ഇവർക്ക് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ പേടിയാണ് ഇപ്പോ. കാരണം ഇവരൊരു വെയിറ്റിംഗ് എനർജിയിലാണ്. നിങ്ങൾ ഇവരെ മറന്നോ ഒന്നും ഇവർക്ക് അറിയില്ല. നിങ്ങൾ മൂവ് ഓൺ ചെയ്തോ എന്നൊന്നും ഇവർക്ക് ഉറപ്പില്ല. നിങ്ങൾ തമ്മിൽ അറ്റ് പ്രസന്റ് നോ കോണ്ടാക്ട് തന്നെയാണ്. ഓക്കെ, ഇവരെ മനസ്സിൽ ഇങ്ങനെ ഡേ ഡ്രീമിങ് എനർജിയിലാണ്. കാരണം നിങ്ങളെ എങ്ങനെ കോണ്ടാക്ട് ചെയ്യണം, ചെയ്താൽ എന്ത് പറയും, നിങ്ങളുടെ റിയാക്ഷൻ എന്തായിരിക്കും, ഇതൊരു പ്രാക്ടീസ് പോലെ ഇവരിങ്ങനെ നിങ്ങളെ കാണുന്ന സംസാരിക്കുന്നതൊക്കെ ഇവരുടെ മനസ്സിൽ റീപ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, വെയിറ്റിംഗ് പീരീഡിലാണ്. എങ്ങനെ കോണ്ടാക്ട് ചെയ്യും എന്നുള്ള പേടി കാരണമാണ് ഇവര് കോണ്ടാക്ട് ചെയ്യാതെ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരണം എന്നുണ്ട്. പക്ഷെ എനിക്ക് പേടിയാണ് നിങ്ങളോട് പറയാൻ. അതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്യാണ് എന്നാണ് ഇവര് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. മറ്റേ സെറ്റ് ഓഫ് കാർഡ്സ്. Clarify the Fool. Why is the Fool card here? What do my viewers person want to tell them? Why are they not contacting them? Okay, ഇതേപോലെ നിങ്ങളെ ഒരിക്കൽ വിട്ടിട്ട് പോയ ആളായിരിക്കണം. കാരണം ഫാമിലിക്ക് വേണ്ടിയിട്ട്. കാരണം എൻ്റെ കയ്യിൽ ഇപ്പോ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ട് 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. സ്റ്റെബിലിറ്റി, ഫാമിലി എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഒരു സമയത്ത് നിങ്ങളെ ഉപേക്ഷിച്ച് പോയ ഒരു ആളായിരിക്കണം. അവര് പിന്നീട് റിയലൈസ് ചെയ്തു നിങ്ങളാണ് അവരുടെ ലൈഫിന്റെ പോസിറ്റിവിറ്റി എന്ന് അവർ മനസ്സിലാക്കി. അവരിപ്പോ ബാക്കി വേറെ ഒന്നും ആലോചിക്കുന്നില്ല. ഞാൻ ഇനി തിരിച്ചു വരുന്നു എന്ന് തന്നെ, ബാക്കിയെല്ലാം എങ്ങനെങ്കിലും ആവട്ടെ എന്നുള്ള രീതിയിൽ വളരെ ഇമോഷണൽ ആയിട്ടൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഇവരുടെ കോണ്ടാക്ട് ഞാൻ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ് എന്ന് പറയാനാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. സ്റ്റാർ കാർഡ് വെച്ചിട്ട് ഇവരുടെ ഇത് രാശി വന്നിട്ട് അക്വേറിയസ്, കുംഭരാശി ആയിരിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ആരുടെയെങ്കിലും പാർട്ട്നേഴ്സ് അങ്ങനെ പോയിട്ടുള്ളവരെ കുംഭരാശിയിൽ ഉണ്ടെങ്കിൽ മേ ബി ദിസ് ഈസ് ഫോർ യു. ഓക്കെ, ക്ലാരിഫൈ ദിസ് സെറ്റ് ഓഫ് കാർഡ്സ്.
Will they contact my viewers? Will my viewers receive any contact from these people? ഇപ്പോ അവര് ഒരു ജഡ്ജ്മെന്റ് ആണ് എനിക്ക് തോന്നുന്നു. ഇവരുടെ ലൈഫില് ഇവര് ഒന്നുകിൽ ഇവര് നിങ്ങൾ തമ്മിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണെന്ന് ഇവർക്ക് മനസ്സിലായി. ഇവരത് മനസ്സിലാക്കി, അല്ലെങ്കിൽ ഇവരുടെ ലൈഫിൽ ഇപ്പൊ ഒരു കോർട്ട് കേസ് നടക്കുന്നുണ്ട്. ജസ്റ്റിസിന്റെ കാർഡ് പറയും പോലെ തന്നെയാണ് ഇത് ഞാൻ പറയുന്നത്. ഇവര് ഒരു കോർട്ട് കേസ് മൂവ് ചെയ്തിട്ടുണ്ട്. പ്രോബബ്ലി ഡിവോഴ്സോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കണം. അതൊന്ന് ഫൈനലൈസ് ആയതിനു ശേഷം നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും എന്നാണ് ഇവര് നിങ്ങളുടെ അടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ അടുത്ത് ഓൺ ആൻഡ് ഓഫ് ഇവര് കോണ്ടാക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. പാടെ കട്ട് ഓഫ് ആണ് എന്നിവിടെ പറയാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നിങ്ങൾ മീറ്റ് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. മീറ്റ് ചെയ്യുന്നതാണോ ഓൺലൈൻ കോണ്ടാക്ട് ചെയ്യുന്നതാണോ എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾ തമ്മിൽ കോണ്ടാക്ട് ഉണ്ട് ഈ സിറ്റുവേഷനിൽ. ഇവര് നിങ്ങളുടെ അടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്ന വെയിറ്റ് ചെയ്യൂ. ഇവരുടെ ലൈഫ് ഒന്ന് മൂവ് ഓൺ ചെയ്ത് പോവരുത്. നിങ്ങളാണ് അവരുടെ ലൈഫിന്റെ ഒരു വിഷ് ഫുൾഫിൽമെന്റ്. അവര് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. പ്രൊവൈഡഡ് ഈ കേസ് ഒന്ന് സെറ്റിൽ ആയതിനു ശേഷം നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നാണ് അവർ നിങ്ങളുടെ അടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത്. പ്രോബബ്ലി ഒരു ഡിവോഴ്സ് കേസ് ഒക്കെ ഇവര് കോർട്ടിൽ മൂവ് ചെയ്തിട്ടുണ്ടായിരിക്കും. ക്ലാരിഫൈ കിങ് ഓഫ് കപ്സ്. പ്ലീസ് ക്ലാരിഫൈ കിങ് ഓഫ് കപ്സ്. വൈ ഈസ് കിങ് ഓഫ് കപ്സ് ഹിയർ? പേജ് ഓഫ് കപ്സ് ആൻഡ് ഹാങ്ഡ് മാൻ. ഓക്കെ, നല്ലത് തന്നെയാണ്. അതായത് ഇവര് കിങ് ഓഫ് കപ്സിന്റെ എനർജിയിലാണ്. നിങ്ങളെ ഒരുപാട് സ്നേഹമാണ്, റെസ്പെക്റ്റ് ആണ്, നിങ്ങളായിട്ട് അട്രാക്ഷൻ ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, പക്ഷേ ഇവരൊരു സ്റ്റക്ക് സിറ്റുവേഷനിലായിരുന്നു. അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അവിടെ. പക്ഷെ അവരുടെ ചിന്തയുടെ പെർസ്പെക്റ്റീവ് മാറിയിട്ട് ഇവര് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നാണ്, നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കും എന്നാണ് ഇവർ പറയാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് അവർ ആ സിറ്റുവേഷന്, തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് കടക്കാൻ തീരുമാനിച്ചു എന്ന്, പുറത്ത് കടന്നിട്ട് നിങ്ങളെ ഒരു മെസ്സേജ് ചെയ്ത് കോണ്ടാക്ട് ചെയ്യും എന്നാണ് ഇവര് പറയുന്നത്. പ്ലീസ് ഗിവ് us more clarity in this regard. Please give us more clarity in this regard. What do they want to tell my viewers? When are they coming? അതായത് 5 ഓഫ് wandsഉം സ്ട്രെങ്തും ആണ്. അതായത് ഇവരൊരു കൺഫ്യൂസ്ഡ് സിറ്റുവേഷനിലായിരുന്നെങ്കിൽ, നിങ്ങളെയാണോ തേർഡ് പാർട്ടിനെയാണോ ചൂസ് ചെയ്യേണ്ടതെന്നൊരു കൺഫ്യൂസിങ് സിറ്റുവേഷനിലായിരുന്നെങ്കിൽ അവര് അതിൽ ഒരു ക്ലാരിറ്റിയിൽ എത്തിയിട്ടുണ്ട്. അവരൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അവർ ആ സിറ്റുവേഷൻ കൺട്രോളിലാക്കിയിട്ടുണ്ട്. ഒരു ക്ഷമാപൂർവം അത് ഡീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഡീൽ ചെയ്ത് സംഭവങ്ങളെ ക്ലാരിറ്റി എത്തിച്ചിട്ടുണ്ട്. ഇനി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുമെന്നാണ് ഇവര് നിങ്ങളുടെ അടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റിലത്തെ 2-3 ഇത് നല്ലതായിരുന്നു അല്ലെ. ഒരുപാട് പേർക്ക് കമ്മ്യൂണിക്കേഷൻ വരുന്നതായിട്ട്, ചിലരെങ്കിലും ആ കൺഫ്യൂഷൻ മറികടന്ന് അടുത്തേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഈ ഗ്രൂപ്പുകാര് സ്ട്രെങ്ത് വെച്ചിട്ട് ലിയോ, ചിങ്ങ രാശിക്കാരായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ അല്ലെ. പിന്നെ ഞാൻ പറഞ്ഞ ഹാങ്ഡ് മാൻ അല്ലെ. ഹാങ്ഡ് മാൻ പൈസസ്, മീന രാശിക്കാരും ആയിരിക്കാം. ഇതില് ഏതെങ്കിലും രാശിക്കാര് ആയിരിക്കും ഈ തിരിച്ചു വരാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതേപോലെ വേറെ ഇപ്പുറത്തെ ഏതുണ്ടായിരുന്നു അപ്പോഴേ പറഞ്ഞത്? ജഡ്ജ്മെന്റ് വെച്ചിട്ട് ഈ പാർട്ടി, അതായത് തീരുമാനം എടുത്തു, കോർട്ട് കേസിന് വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, അത് ലിബ്ര, തുലാരാശിക്കാരായിരിക്കാനും സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ അതായത് നിങ്ങളുടെ പാർട്ട്നേഴ്സ് ഇതിൽ വരുന്നതാണെങ്കിൽ മേ ബി നിങ്ങൾക്കുള്ളതാണ് ഈ മെസ്സേജ്. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങളാണ്, നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള എൻ്റെ ലിങ്ക്, നിങ്ങളും ഞാൻ തമ്മിലുള്ള ലിങ്ക് എന്ന് പറയുന്നത് സബ്സ്ക്രിപ്ഷൻ ആണ്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ എനിക്ക് കൂടുതലായിട്ട് നിങ്ങളുടെ എനർജി ആയിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ ഇതുപോലത്തെ റീഡിങ്സുമായിട്ട് നമുക്ക് ഉടനെ തന്നെ വീണ്ടും കാണാം. എല്ലാവരും സേഫ് ആയിരിക്കുക, സമാധാനമായിട്ടിരിക്കുക. ഗോഡ് ബ്ലെസ്.